തിന്നുന്നുണ്ടോ? ഉണ്ടോ? ഇതാരടത്? ശ്രീഹരി. നമ്മൾ തന്നെ വീഡിയോ ചെയ്യാൻ പോകുന്നറിയോ? ഫിഷിംഗ് ഫ്രീസ്. നമ്മുടെ ചാനലിന്റെ പേരെന്നാ? ഫിഷിംഗ് ഫ്രീസ്. എന്നാ? ഫ്രീസോ? ഫ്രീസ്. എടുത്ത് ഫ്രീസർ വെച്ചോ ഫ്രീസ് ആവാനായിട്ട്. ചാനലിന്റെ പേരറിയത്തില്ലാതെയാണോ നീ ചാനലിൽ വീഡിയോ എടുക്കാൻ വന്നേക്കുന്നത് ഹരിക്കുട്ടാ? ചാനലിന്റെ പേരെന്നാ അത് പറ. അത് പറഞ്ഞിട്ട് തന്നെ വിടുന്നുള്ളൂ. ഫ്രീക്സ്. അടിപൊളി. അപ്പൊ ഞാൻ ഹരിക്കുട്ടർ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോണേ. വീഡിയോ എന്നാണ് കാണിച്ചത്? ഞാൻ പറയുന്ന പോലെ നിന്നോട് ഞാൻ സംശയം ചോദിക്കട്ടെ? സംശയത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഞാൻ ഒരു കാര്യത്തിന്റെ പേര് പറയാം, എന്നാന്ന് പറയണം. ഓക്കെ. ഞാൻ പറയാം, ഇങ്ങോട്ട് നോക്കിട്ട് ക്യാമറ നോക്കി പറയണം. ഇനി ഈ കണ്ണൻചാള എന്ന് പറഞ്ഞ കണ്ണൻചാള തവളയോ? തവളയെന്ന് ആരാ പറഞ്ഞു? ഓക്കെ, ഒരു മീൻ. ആ മീനിനെ നീ എവിടെ കണ്ടിട്ടുണ്ട്? കണ്ണൻചാള എന്ന് പറഞ്ഞ മീൻ നീ എവിടെയാ കണ്ടിട്ടുള്ളത്? ഇവിടെയോ? ഇതാണോ കണ്ണൻചാള? ഇതല്ല. ഇത് അരാപ്പയമേത്? കണ്ണൻചാള ഇതല്ല. നീ കണ്ടിട്ടില്ല? ബാ കാണിച്ചുതരാം. ഇതാണ് കണ്ണൻചാള. കണ്ടോ? ഇതെങ്ങനെയുണ്ട്? സാധനം എങ്ങനെയുണ്ട്? നീ എങ്ങനെയുണ്ട്? ഇതാണോ നല്ല ഈമിയാണോ നല്ലത്? കണ്ണൻചാളയാണോ നല്ല? നമ്മുടെ ഇതാണ് അരാപ്പയമാണോ നല്ലത്? സൂപ്പർ അല്ലേ? വെയിറ്റ്, ഇത് കണ്ടോണം. നോക്കി 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 തീർത്തോ? ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പുള്ളി കഴിച്ചിട്ടു. കണ്ണൻചാള എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കാമേ. ഇതിന് എവിടുന്നാ കിട്ടിയെന്നറിയോ? എങ്ങനെ എനിക്ക് കിട്ടുന്നറിയോ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൻചാള കേട്ടോ. കണ്ണൻചാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വരാലാണ്. ഈ വരാലിനെ ഞാൻ തോട്ടിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാണ്. നമ്മൾ ഒരു ദിവസം ചൂണ്ടിടാൻ പോയപ്പോഴേക്കും ബാക്കി നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് പറയാം. ഞാൻ ഇഷ്ടം പോലെ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ദേ ഇതുപോലെ എൻ്റെ ജീവിതത്തിലോട്ട് കയറി വന്ന വേറൊരു മീനില്ല. അടിപൊളി. ഇതിനൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഇട്ടാലോ? ഫൈനലി നമ്മുടെ കണ്ണൻചാള ദേ കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വറക്കാൻ പിടിച്ചൊരു മീനാണ്. അത് ഒരിക്കലും ഇത്രയും നാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും നമ്മൾ വിചാരിച്ചില്ല. അതേണ്ട വീണ്ടും വരാലും, പക്ഷെ അവൻ നമുക്കൊരു പണിയുണ്ട്. നമ്മുടെ ബ്രൈഡ് കുറച്ച് ചുറ്റി മിക്കവാറും കട്ട് ചെയ്ത് വിടേണ്ടി. നമ്മുടെ ബ്രൈഡ് ഇവിടെ വെച്ച് മൊത്തം ചുറ്റിരിക്കുകയാണ്. നമ്മളതിനെ കൊണ്ട് ഈ ചെരുവത്തിൽ കൊണ്ടിട്ടു. അവിടുന്ന് പിടിച്ചതിന് ശേഷം അതിനുശേഷം ഇവിടെ കൊണ്ടിട്ടതിന് ശേഷം ആ മീൻ ചത്തുപോയില്ല. അപ്പോൾ നമ്മളതിനെ വളർത്താമെന്ന് തീരുമാനിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആൾ നല്ല ഇണങ്ങാൻ തുടങ്ങി നമ്മളുമായിട്ട്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തീറ്റ, നിങ്ങൾ ആദ്യം കണ്ടല്ലോ, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തീറ്റ മേടിക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ എന്ത് കൊടുത്താലും തിന്നും. അപ്പോൾ നമുക്കതിനെ കളയാൻ വേണ്ടി തോന്നില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൻചാളയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അക്വേറിയം ഉണ്ടാക്കി. അപ്പോൾ അത്രയും നാൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിന് കണ്ണൻചാള എന്ന് പേരിട്ടിട്ടില്ല. അതുപോലെ പേരിടണം എന്ന് ആലോചിച്ചിട്ട് പോലുമില്ല. ആ അക്വേറിയം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോൺടെസ്റ്റ് വെച്ചായിരുന്നു. ഒരു റോഡ് ഗീവ് അവേ വെച്ചു. അതായത് ഈ മീനിന് പേരിടുന്ന ആൾക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേര് നമ്മൾ ഈ മീനിനിടും. അതുപോലെ തന്നെ ആ ആൾക്ക് നമ്മളൊരു ഫിഷിംഗ് റോഡ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന പേരാണ് കണ്ണൻചാള. അതിനുശേഷം നമ്മൾ ഈ സാധനത്തിന് അക്വേറിയത്തിൽ ഇട്ടിട്ട് നമ്മൾ ഇത്തിരി എക്സ്പെരിമെന്റ് നടത്തി. കാരണം വരാലെന്ന് പറയുന്ന മീൻ തീറ്റ നിന്ന് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് തീറ്റ നിന്നത് ക്ലോസ് ആയിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്.
അങ്ങനെ നമ്മൾ കണ്ണൻചാളനെ അക്യൂറത്തായിട്ട് വളർത്തി. അതിന് നമ്മൾ ഒത്തിരി തീറ്റ ലൈവായിട്ട് കൊടുക്കുന്ന വീഡിയോ ഇട്ട് നമ്മുടെ ചാനലിലിട്ടു. കണ്ണൻചാളെന്ന് പേരൊക്കെ ഇട്ടു. ആൾക്കാർക്കൊക്കെ മീനെ ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ദിവസമാണ് നമ്മൾ ചൂടാൻ പോയപ്പോഴേക്കും ഇതിൻ്റെ ഒരു പേര് ഒത്തിരി ആൾക്കാർ പറഞ്ഞ് കണ്ണൻചാളനെ ഒറ്റയ്ക്ക് ഇടാതെ അതിനൊരു പേരിനെ കൂടെ പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ദിവസം ചൂടാൻ വേണ്ടി പോയിട്ട് വേറൊരു വരാലിനെ കൂടെ നമ്മൾ ആ സെയിം സ്പോട്ടിൽ നിന്ന് പിടിച്ചു. ഇതിൻ്റെ കൂടുതലിടാൻ അങ്ങനെ നമ്മൾ അതിനെ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ നല്ല വൃത്തിയൊക്കെ ആയിട്ട് കഴുകി. അതിനുശേഷം ഞാനും മമ്മിയും കൂടെ വീഡിയോ എടുത്തിട്ട് ഒരു ദിവസം രാത്രിയാണ് നമ്മൾ ഇതിനകത്ത് തിരിച്ചിടുന്നത്. അപ്പം നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. വരാലും ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. പക്ഷേ നമ്മൾ അതിനുശേഷം ഈ വരാലിനെ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഒരു രക്ഷയില്ല മച്ചാൻ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഇതേ പോവാ. പൊന്നു പറഞ്ഞാൽ ഞാൻ വീഡിയോ കട്ട് ചെയ്യുവാണ്. സംഭവിച്ചു ഇതാണ്, കണ്ണൻചാളയുടെ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. പുള്ളി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. പുള്ളിയുടെ ടെറിട്ടറിയിൽ ഒരു മനുഷ്യനെ കയറാൻ അനുവദിക്കത്തില്ല. എല്ലാത്തിനെയും എന്തിനിട്ടാലും നമ്മളതിനകത്ത് എന്തിനിട്ടാലും വെട്ടുമായിരുന്നു. പക്ഷെ വരാലിനെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കാരണം അതിനെ കടിച്ച് കൊല്ലാറാക്കി. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് അതിനെ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇത് മൊത്തം നമ്മൾ കടിച്ച് പറിച്ചതാണ്. ഇതുകൊണ്ട് മനസ്സിലായില്ല ഈ സാധനം എത്രത്തോളം ഡേഞ്ചറസ് ആണ്. ഉണ്ടോ അതെ, നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. സാമാന്യം നല്ല വലിപ്പമുള്ള വരാലാണ്. അങ്ങനെ നമ്മൾ കണ്ണൻചാളനെ നമ്മൾ തന്നെ വളർത്തി. നമ്മൾ വേറെ മീനൊന്നും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടില്ല. നമ്മൾ വിടാൻ വേണ്ടിയിട്ടൊന്നും വലിയതായിട്ട് ട്രൈ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഒത്തിരി ആൾക്കാർ ചോദിച്ചു കണ്ണൻചാളയ്ക്ക് നമ്മൾ എന്താണ് തിന്നാൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മീൻ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് അത് മീൻ വളരെ ചെറുതാണ്. പിന്നെ അത് നന്നായിട്ട് വളർന്നു. അപ്പോൾ അക്വേറിയം പോരായിരുന്നു. അപ്പോൾ അതിന് വേറെ അക്വേറിയം സെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കണ്ണൻചാളയെ നമ്മൾ തിരിച്ച് നമ്മുടെ വലയ്ക്കകത്ത് ഇതിനകത്ത് കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ ഓർത്ത് വെച്ചോണം, നമ്മൾ ഇതിനകത്ത് അതിനെ കൊണ്ടിട്ടു. അതിനുശേഷമാണ് നമ്മൾ കണ്ണൻചാളയുടെ ഫീഡിങ് വീഡിയോ ചെയ്യുന്നത്. അടുത്തൊരു ചെറുത് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ നാട്ടിൽ പൂഞ്ഞാൻ നെറ്റിയാട്ടൊക്കെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ജസ്റ്റ് കമന്റ് ചെയ്തേക്കെ. ഇതിനെ ഇട്ടുകൊണ്ട് നമ്മൾ ശരിക്കും വരാൻ ചേർന്ന് ഇഷ്ടംപോലെ പിടിക്കുക. കണ്ണൻചാള തിന്നു നോക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് മാറ്റാം ഉണ്ടല്ലോ. നമുക്ക് അത്യാവശ്യം വലിയ പുറത്തിട്ട് പിടിച്ചു നോക്കണേ. വളയുന്നുണ്ട്. വളഞ്ഞാൽ അതിനർത്ഥം വെട്ടിയെന്നാണ്. ആഹാ എന്താ തീർത്ത്. അടുത്തിനിടാവേ. തീർത്തോ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഹരിക്കുട്ടനപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു വരാലും നമ്മൾ എന്നെ കടിക്കുമെന്ന്. നീ പറഞ്ഞ് നമ്മളെ കടിക്കുമെന്നല്ലേ ഇത്. നോക്കിക്കോണേ, നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. നോക്കാമേ. കൊടുക്കാം. എന്നെ കടിച്ചോ? എൻ്റെ വിരലിലെ പോലും കടിച്ചോ? നമ്മളെ കടിക്കുമത് നമ്മളറിയാം. അതിന് കറക്റ്റ് അറിയാം, കയ്യെ കടിക്കത്തില്ല അത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൻചാളേനെ വളർത്തി കുറേ നാള്. ഒരു ദിവസം നമുക്കൊരു അബദ്ധം പറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നപ്പോഴേക്കും അവർ ഇതിനകത്താണ് അപ്പോൾ മീൻ കിടക്കുന്നത്. അപ്പോൾ അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെടുത്ത് മാറ്റിയിട്ട് മീനിനെ കണ്ടു. എന്നിട്ട് എന്നാ പറ്റി ഹരിക്കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്ത് വെച്ചില്ല വല. അപ്പം എന്നാ പറ്റി കാണും, വെളിയിലേക്ക് ചാടി അല്ലേ? നീ ചോദിച്ച പോലെ തന്നെ വെളി ചാടിപ്പോയി നമ്മൾ കണ്ടില്ലെങ്കിൽ എന്നാ പറ്റും അല്ലേ? നിനക്കാണെങ്കിൽ വിഷമം ഉണ്ടായേനെ. നീ ചാടി ചത്തു നിനക്ക് വിഷമം ഉണ്ടാകത്തില്ലേ നിന്റെ മീൻ? ഇപ്പൊ നിനക്ക് മീൻ ഉണ്ടെന്ന് വിചാരിക്കേ. ഇപ്പൊ നീ പട്ടീനെ മേടിക്കാൻ പോലെ, പട്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ സങ്കടം ഉണ്ടാവോ? നീ ഇന്ന് കുറച്ച് മുന്നേ പറഞ്ഞു പട്ടീനെ മേടിക്കാൻ പോലെ. അല്ല ഓക്കെ, നീ പട്ടീനെ മേടിച്ചെന്ന് വിചാരിക്ക, അതിന് കുഴപ്പമില്ലല്ലോ. പട്ടീനെ മേടിച്ചെന്ന് വിചാരിച്ച് പട്ടീനെ മേടിച്ചു കഴിഞ്ഞിട്ട് ഈ പട്ടി
ഒരു ദിവസം പട്ടിക്ക് എന്തെങ്കിലും പറ്റി, ഒരു പട്ടീനെ ഒരു വണ്ടി ഇടിച്ച്, പട്ടിയുടെ കാലിന് എന്തെങ്കിലും പറ്റി, സങ്കടം ഉണ്ടാകുമോ? അതുപോലെ നിനക്കൊരു മീനുണ്ടെന്ന് വിചാരിക്കുക, മീൻ പുറത്ത് ചാടി ചത്തുപോയി, നീ സങ്കടം ഉണ്ടാകുമോ? അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നോ ചത്തുപോയപ്പോൾ? കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫോട്ടോ, ഈ സൈഡിൽ കാണുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണഞ്ചാള കിടക്കുന്നത്. നമ്മളത് ഫോട്ടോ ബ്ലർ ആക്കിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് കാണാനായിട്ട് സുഖകരമായിട്ടുള്ളൊരു കാഴ്ചയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ബ്ലർ ആക്കിയത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കണ്ണഞ്ചാള. അതുപോലെ കണ്ണഞ്ചാളൻ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷിംഗ് ഫ്രീസ്